രാമനെ എതിർക്കുന്നവരെ ശങ്കരാചാര്യന്മാരായി കാണാൻ സാധിക്കില്ലെന്ന് യോഗ പരിശീലകൻ രാംദേവ്. ജനുവരി 22 സനാതന സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പ്രധാനപ്പെട്ട ദിവസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാം കി പൈഡിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. രാജ്യത്ത് രാമരാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു. 1947 രാജ്യത്തിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു. ജനുവരി 22 നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങ് വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ സനാതന പൈതൃക സംസ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യം കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർമ്മാണം പൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിൽ പ്രമാണ പ്രതിഷ്ഠ നടത്തുന്നത് ആചാരലംഘനമാണെന്നാണ് 4 മഠങ്ങളിലെ ശങ്കരാചാര്യന്മാരും ചൂണ്ടിക്കാട്ടിയത്. ഈ വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തതോടെ BJP പ്രതിരോധത്തിലായിരുന്നു. മറുപടി നൽകാൻ കഴിയാതെ കുടുങ്ങിയ BJPയെ സഹായിക്കാനാണ് VHP രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തിങ്കളാഴ്ച നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ നായകസ്ഥാനം വഹിക്കുക. രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും വ്യാവസായികളും മതപണ്ഡിതരും ഉൾപ്പെടെ 7000-ഓളം പേർക്കാണ് ചടങ്ങിലേക്ക് ക്ഷണമുള്ളത്. നാളെ മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. ചടങ്ങ് പ്രമാണിച്ച് ഡൽഹിയിലെ എയിംസ് ആശുപത്രി ഉച്ചയ്ക്ക് 2:30 വരെ അടച്ചിടുമെന്നാണ് റിപ്പോർട്ട്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകി വിധി പ്രസ്താവിച്ച ജഡ്ജിമാർക്കും ക്ഷണം ലഭിച്ചിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അയോധ്യയിലെ ഈ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്കായി അയോധ്യയിൽ വമ്പൻ സുരക്ഷയുമാണ് ഒരുക്കിയിട്ടുള്ളത്. 10,000 CCTV ക്യാമറകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഘടിപ്പിച്ച ഡ്രോണുകളും ആളുകളുടെയും പോലീസുകാരുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട്. വലിയ ഭക്തജന പ്രവാഹത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധരംപത്, രാംപത് മുതൽ ഹനുമാൻ ഗർഹി, അഷർഫി ഭവൻ റോഡ് എന്നിവിടങ്ങളിലെ ഇടവഴികൾ വരെ പോലീസുകാർ തെരുവുകളിൽ പട്രോളിംഗ് നടത്തുന്നത് കാണാം. ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സേന ഉദ്യോഗസ്ഥർ ശനിയാഴ്ചയും അയോധ്യയിൽ പട്രോളിംഗ് നടത്തിയിരുന്നു. ക്ഷേത്ര നഗരത്തിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള സംയോജിത ശ്രമങ്ങളുടെ ഭാഗമായി അയോധ്യ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഘടിപ്പിച്ച ഡ്രോണുകളുടെ നിരീക്ഷണത്തിലാണ്. ആൻറ്റി മൈൻ ഡ്രോണുകളും ഇവിടെ സജ്ജമെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.